ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പറയണ്ടല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ടൂർ പോവാണ്. ഒരു 1 ഡേ ട്രിപ്പാട്ടോ പോണത്. തൊട്ടടുത്ത സ്ഥലമായ ഊട്ടിക്കാണ്. ഊട്ടിക്ക് പോകാനുള്ള മെയിൻ കാരണം എന്തൊക്കെയാ വെച്ചാൽ, ഒന്ന് തണുപ്പ്. കാരണം നാട്ടിൽ നല്ല ചൂടും ഉള്ള ടൈമല്ലേ, അപ്പം നമുക്ക് തണുപ്പ് ഉള്ള സ്ഥലത്തേക്ക് പോകാനാണല്ലോ ആഗ്രഹിക്കുക. അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്തതാണ് ഊട്ടി. പിന്നെ 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് പോയി വരാനുള്ളൊരു ഇതും അങ്ങനെയും നോക്കി. പിന്നെ ഊട്ടി കണ്ടിട്ടുമില്ല. ഇതിൽ കുറച്ച് പേര് ഊട്ടി കാണാത്തുണ്ട്. മെയിനായിട്ട് ഞാൻ തന്നെയാണ്. ഊട്ടി ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഞങ്ങളങ്ങനെ യാത്ര തിരിച്ച് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ 4 മണിക്ക് 5 മണിക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയത് നേരം വെളുത്തിട്ടാട്ടോ. 6 മണിയൊക്കെ ആയിട്ട് ഇറങ്ങിയപ്പം ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ വഴിയിൽ നിന്ന് കഴിക്കുക എന്നുള്ളതിലാണ് പോണത്. ഫുഡൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി. അങ്ങനെ ചുരം കയറി തുടങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തീർക്കാൻ തുടങ്ങി. ഞങ്ങൾ സ്നാക്സും പിന്നെ ബേക്കറിയും അങ്ങനെ അതുമൊക്കെ എക്സ്ട്രാ എടുത്തിരുന്നു. അപ്പം നമ്മളൊരു വഴിക്ക് പോവല്ലേ, വിശന്നിരിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ അപ്പം തന്നെ തീർക്കലും തുടങ്ങി കേട്ടോ. ബാക്കിലാണ് സാധനം വെച്ചിട്ടുള്ളത്. ഫ്രണ്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് അത് കാലിയാവും. അങ്ങനെയൊന്നും. പിന്നെ പാട്ടൊക്കെ ഇട്ട് കുറേ തുള്ളിച്ചാടി അങ്ങനെ ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം കാണുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, നമ്മൾ ഗൂഡല്ലൂർ എത്താനായിട്ടോ. ഗൂഡല്ലൂർ ടൗണ് കഴിഞ്ഞ് കുറച്ച് എത്തിയപ്പോഴേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി. ആർക്കും വിശന്നിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തതല്ലേ, അപ്പം അതൊക്കെ കഴിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ നല്ലൊരു സ്പോട്ടിൽ നിർത്തി. അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാം കേട്ടോ. കൊണ്ടുവന്നത് ദോശയും ഗ്രീൻ പീസ് കറിയാണ്. പിന്നെ നമുക്ക് പ്ലാസ്റ്റിക് പ്ലേറ്റ് അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പ്ലേറ്റ് എടുത്തിരുന്നു. അപ്പം അതിലാണ് ഫുഡ് കഴിക്കണത് കേട്ടോ. ഇനി ഇതൊക്കെ വിളമ്പണ തിരക്കാണ്. നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ ലൈഫിൽ ഇടയ്ക്ക് ഇതുപോലെ പോകണം. തിരക്കുകളൊന്നും ഇല്ലാണ്ട് എൻജോയ് ചെയ്ത് പോകണം. നല്ല രസമായിരുന്നു അന്നത്തെ ദിവസം. ഒരാൾ കറി വിളമ്പണതിൻ്റെ 2ാമത്തെ നാത്തൂനാണ്. പിന്നെ ആ ദോശ ഇട്ട് കൊടുക്കുന്നത് ഇതല്ല കേട്ടോ, ഇത് നാത്തൂൻ്റെ മോളാണ്. ദോശ ഇട്ട് അതാ ഈ വയലറ്റില്ലേ, അത് വലിയ നാത്തൂന്. അതിൻ്റെ അപ്പുറത്തുള്ളത് ഇതില്ലേ, അത് നാത്തൂൻ്റെ മോനാണ്. ഇത് ചായ എടുത്ത് കൊടുക്കുന്നത് ചെറിയ നാത്തൂനാണ്. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. ഞാൻ ഇനി ഫുഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പോരാന്നാ പറഞ്ഞത്. അത് ഞാൻ കട്ട് ചെയ്തു, കാരണം ഞാനാണ് കറി ഉണ്ടാക്കിയത്. ഇവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ. ഇവനക്ക് പ്രശ്നം രാവിലെ ചിക്കൻ കറി കിട്ടിയില്ല എന്നാണ്. പച്ചക്കറി ആയതുകൊണ്ടാണ് പ്രശ്നമായത്. എന്നാലും എല്ലാവരും കഴിച്ചു. കാലിയായി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആർക്കും തികഞ്ഞില്ല. അങ്ങനെയായി. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും ഇത് വലിയ അലയാക്കിയാട്ടോ. അലയാക്കിയാണ് ഞങ്ങളതിൽ കാരണവറായിട്ട് നടക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതിൽ തലയെക്കെട്ടൊക്കെ കെട്ടി നിൽക്കണേ. അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. നമ്മൾ ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു
ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. നമ്മൾ വണ്ടിയിൽ പോകുമ്പം രാവിലത്തെ സൺലൈറ്റ് ഇങ്ങനെ വരുന്നതും അത് നമ്മൾ വീഡിയോ എടുക്കാൻ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ആ സ്ഥലമൊക്കെ. ഇത് താത്ത ഡാൻസ് കളിച്ച് കുഴങ്ങി നിൽക്കുകയല്ല, പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് പാട്ട് ഇടയ്ക്ക് നിൽക്കും. അപ്പോൾ അതിങ്ങനെ കാത്ത് നിൽക്കുക കേട്ടോ, പാട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഡാൻസ് കളിക്കാൻ ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടോ. അതൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എനർജിയാണേ. ഇതൊന്നും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാവരും ടയേർഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്താനായി തുടങ്ങി. അപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ നല്ല തണുപ്പ് വെച്ചാൽ ഭയങ്കര തണുപ്പല്ല, നമുക്ക് വെയിലുണ്ടെങ്കിലും നാട്ടിലത്തെ ആ ചൂടില്ല. അപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ. ഓരോ സ്ഥലത്തിനും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവാനും ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിരുന്നു കേട്ടോ. ആ സ്ഥലം കാണാനും ഒടുക്കത്തെ രസമായിരുന്നു. ഇവിടെയാണ് ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ട് നിർത്തിയത്. ഇതാണ് ടോയ്ലറ്റ് ഇതായിരുന്നു. പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു. ഇത് ഞാൻ അവിടെ നിന്ന് എടുത്തതാണ്. അങ്ങനെ ഈ ടൂറിൻ്റെ ഫസ്റ്റ് സ്പോട്ടെത്തി. നമ്മൾ ഊട്ടിയിൽ മൊട്ടക്കുന്ന് എന്നറിയപ്പെടുന്ന ശരിക്കും ഒരു മൊട്ടക്കുന്ന് തന്നെ കേട്ടോ. അതിനും അതിൻ്റേതായ രസമുണ്ട് കാണാൻ. നല്ല കാറ്റായിരുന്നു, നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു അവിടുത്തെ രസവും. ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് കുറേ നേരം അതിൽ കൂടെ നടന്നു. അത് കഴിഞ്ഞിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ആ ദൂരമൊക്കെ നോക്കുക, അവിടെയൊക്കെ ആൾക്കാരുണ്ട്. അവിടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് ഈ സ്ഥലത്തേക്കാണ്. ഇത് പൈൻ ഫോറസ്റ്റ് ആട്ടോ. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളെല്ലാവരും ഉള്ളിലേക്ക് കയറി. നല്ല രസമുള്ള ഒരു പൈൻ ഫോറസ്റ്റ്. നമ്മൾ സിനിമയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റുള്ള അനുഭവമാണ്. ഇതൊരു കുത്തനുള്ള ഒരു ഇറക്കമൊക്കെ ആയിരുന്നു. അപ്പോൾ ഓരോരുത്തരൊക്കെ വീണ് കണ്ടപ്പം പേടിയായിട്ടോ, ഇറങ്ങുമ്പോൾ വീഴുമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ നമ്മൾ സൂക്ഷിച്ചിറങ്ങിയാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഞങ്ങൾ അതിൽ കൂടെ ചുറ്റിക്കറങ്ങി നടന്നു. പിന്നെ നമ്മൾ എല്ലായിടത്തും എത്തിയാലും മെയിനായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫോട്ടോസ് എടുക്കലാണല്ലോ. അങ്ങനെ അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു.
അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുതിരസവാരിയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു കേട്ടോ. ഈ കുട്ടികൾ പോകണതാണ് നല്ല രസമുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലെത്തി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി തിരിച്ചിട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പം ഞങ്ങൾ കൊണ്ടുപോയത് ബിരിയാണി കേട്ടോ, ചിക്കൻ ബിരിയാണി. അപ്പോൾ സ്ഥിരം വലിയ താത്ത തന്നെയാണ് വിളമ്പണത്. ഞങ്ങളെല്ലാവരും വരിയായി നിൽക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ. നല്ല രസമുള്ള ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു. ലഞ്ച് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഉള്ളൊരു സ്പോട്ടാണ് ഇത്, ഒരു ഗാർഡൻ ആട്ടോ. അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എണ്ണ എടുക്കണം കേട്ടോ, എത്ര ആൾക്ക് ടിക്കറ്റ് എടുക്കണം എന്നൊക്കെ നോക്കിയിട്ട് എണ്ണ എടുക്കുന്നു. ഇതാണ് ആ ഗാർഡൻ. ആ ഗാർഡൻ്റെ അവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് അത് കഴിഞ്ഞ് വന്നിട്ട് പുറത്തുനിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച്. നല്ല വെയിലുണ്ട് കേട്ടോ, പക്ഷേ ചൂടില്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഐസൊക്കെ തിന്നു. അടുത്ത സ്പോട്ട് ഞങ്ങൾ എത്തിയത് ഒരു ബോട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു ലേക്കിലാണ്. അപ്പോൾ വണ്ടി കുറച്ച് ദൂരെ നിർത്തിയതുകൊണ്ട് ഞങ്ങൾ ഈ ഫുട്പാത്തിൽ നടന്നു പോരും കേട്ടോ. ആ ദൂരെ കാണുന്നതാണ് ലേക്ക്. അവിടെയാണ് നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ പോണത്. അപ്പോൾ നമ്മളിനി ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ എത്തി കൗണ്ടർ തപ്പി നടക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും ഉള്ള ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ആ ക്യൂ ഉണ്ടോ, ഇതൊക്കെ ബോട്ടിങ്ങിനുള്ളതാട്ടോ. വലിയ ക്യൂ ആണ്. പല ടൈപ്പ് ബോട്ടിങ് ആട്ടോ, അതിനൊക്കെ ഒരു പ്രത്യേക പേരുമുണ്ട്. അപ്പം നമ്മൾ 15 ആൾ കയറാനുള്ള ബോട്ടാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട്, സേഫ്റ്റി ആണല്ലോ ഫസ്റ്റ്. അങ്ങനെ ഞങ്ങൾ കയറിയിരുന്ന് പോവാണ്. നല്ല രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ബോട്ടിംഗ് ഒക്കെ എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഈ കാണുന്ന ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറിക്കാണ്. അവിടെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഈ തേയിലപ്പൊടി ഉണ്ടാക്കണമെന്നൊക്കെ കാണണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്ത സ്പോട്ട് ഞങ്ങൾ അതാണ് നോക്കിയത് കേട്ടോ. ഇത് അതിൻ്റെ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ്. നമുക്ക് ആ ടൗൺ, ആ ഊട്ടി ടൗൺ മൊത്തം കാണാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പിന്നെ ആ വെയിലൊക്കെ പോയിട്ട് നല്ല തണുത്തൊരു കാലാവസ്ഥയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അതിൽ കൂടെ നടക്കാൻ. നല്ലൊരു കാറ്റും ഒട്ടും നമ്മളിപ്പോൾ ഈ നാട്ടിൽ നിന്ന് അത്രയും ചൂടുള്ള സമയത്ത് അവിടെ പോകുമ്പം ശരിക്കും ഒരു എന്താ പറയുക, നല്ല സുഖം കേട്ടോ. നല്ല തണുപ്പും അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ എപ്പോഴും ഈ ചൂടുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് ടൂറ് പോകാൻ ചൂസ് ചെയ്തിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ നമ്മൾ ഫാക്ടറിൻ്റെ ഉള്ളിലെത്തി. ഒരു ഇങ്ങനെ വരിയായിട്ടാണ് പോണത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ പ്രോസസ്സും ശരിക്കും കാണാൻ പറ്റും. തേയില കൊണ്ടുവന്നിട്ടതും അത് പൊടിക്കണ ഓരോ മെത്തേഡും അത് നമുക്ക് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല, പക്ഷെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ എത്ര സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു പാക്കറ്റായിട്ട് കിട്ടണമെന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അത്രയ്ക്ക് നല്ല വൃത്തിയിൽ തന്നെയാണ് അവർ ചെയ്യണത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ.
ഇവിടെ നിന്നാണ് ആ പൊടി പാക്ക് ചെയ്യണത്. കണ്ടോ, ഈ മെഷീന് ചായപ്പൊടി പാക്ക് ചെയ്യാനുള്ളതാണ്. അവരത് എടുത്ത് മാറ്റിയിട്ട് പിന്നെ വേറൊരു ചാക്കിലാക്കിയിട്ടൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാട്ടോ. കുറച്ച് നേരം അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അടുത്ത മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ ചായപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ അവിടുന്ന് ചായ കിട്ടും, ആ ചായ കുടിക്കലായിരുന്നു ഞങ്ങളെ മെയിൻ ലക്ഷ്യം. അങ്ങനെ ഞങ്ങൾക്ക് ചായ കിട്ടി. ഒന്നും പറയാൻ, ചെറിയ ഗ്ലാസ് ആയിരുന്നു, പക്ഷെ അടിപൊളി ചായ ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുള്ള ചായ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഫാക്ടറി ഉണ്ട്, അവിടെയും കൂടി ജസ്റ്റ് ഒന്ന് കയറി കണ്ടു. അങ്ങനെ ഇരുട്ടായി തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഊട്ടി ടൗണിനോട് ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഫാമിലി എല്ലാവരും കൂടെ ഒരു ചെറിയൊരു ട്രിപ്പാണെങ്കിലും എവിടേക്കെങ്കിലും ഒന്ന് പോകണം എന്നുള്ളത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അതാണ് ഇന്ന് സാധിച്ചത്. ഊട്ടി അടിപൊളിയൊരു സ്പോട്ട് തന്നെയായിരുന്നു, നല്ല ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു. വഴിക്കടവിൽ നിന്നാണ് ഞങ്ങൾ ഡിന്നർ കഴിച്ചത്. അവിടുന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ വീട്ടിൽ ഞങ്ങളെല്ലാവരും സേഫായിട്ട് തന്നെ എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.